നമസ്കാരം. സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത ഉണ്ടെന്നും ധവളപത്രം വ്യക്തമാക്കി. ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ പോര്. ധവളപത്രം തയ്യാറാക്കിയതിനെ ചൊല്ലിയാണ് പോര്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പല്ലെന്നും ഇത് പൊളിറ്റിക്കൽ രേഖ ആണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖ ആയിരുന്നെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് പിന്നാലെയാണ് പോര് ആരംഭിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റേത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ മറുപടി പറഞ്ഞു. ധവളപത്രം വായിച്ചു പോലും നോക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിന് മുൻവിധിയാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനാണ് മറുപടിയെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. നിങ്ങളുടെ നയം പിന്തുടരാനല്ല ജനം ഞങ്ങളെ ജയിപ്പിച്ചതെന്നും നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഉന്നയിച്ചതെന്നും പിണറായി സഭയിൽ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ചെയ്തു. KURTC AC ലോ ഫ്ലോർ ബസ് അപകടാവസ്ഥയിൽ സർവീസ് നടത്തുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖവിലക്കെടുത്തില്ലെന്ന് പരാതി. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസിന്റെ ഇടതുവശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ആളുകളെ കയറ്റുന്നതിനായി പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിലെ ഡ്രൈവറോട് പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ ബസിന്റെ ലീഫ് പൊട്ടിയതായും ഒരു വശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതുമായുള്ള അപകട സാധ്യത സൂചിപ്പിച്ചെങ്കിലും ഡ്രൈവർ യാതൊരു കൂസലുമില്ലാതെ ബസ് മുന്നോട്ടെടുത്തുപോയി എന്ന് പറയുന്നു. നിരവധി യാത്രക്കാരുള്ള ബസ് മാസങ്ങളോളമായി വൃത്തിയാക്കാത്ത നിലയിലായിരുന്നുവെന്നും പറയുന്നു. തുടർന്ന് ബസിന്റെ നമ്പറും വീഡിയോയും ഉൾപ്പെടെ ഗതാഗത മന്ത്രിക്ക് പരാതി അയച്ചതായി MA കമറുദ്ദീൻ പറഞ്ഞു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മന്നലാംകുന്നിന്റെ നേതൃത്വത്തിൽ അകലാട് ഉന്നതിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണ് പഠനോപകരണം വിതരണം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷർബനൂസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. 20-ാം വാർഡ് മെമ്പർ ഷഹാന ഷിഹാബ്, പുനയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, സോണി കാഞ്ഞാണി, ഷാജഹാൻ, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായ ഫാറൂഖ് മെത്തി, ഉമ്മർ തെച്ചാൻ പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. മൂക്കുതല വാര്യർ മൂലയിലെ മാസ് ടൈലറിംഗ് സ്ഥാപനത്തിലൂടെ 5.5 പതിറ്റാണ്ടിലേറെയായി തയ്യൽ തൊഴിൽ ജീവിതമാക്കിയ ശിവദാസൻ എന്ന ദാസേട്ടൻ തന്റെ ജീവിതയാത്ര തുടരുകയാണ്. അധ്വാനത്തിന്റെയും കൃത്യതയുടെയും അപൂർവ മാതൃകയാണ് 68-കാരനായ ഈ തയ്യൽ തൊഴിലാളി. മൂക്കുതല വടക്കുമുറി മഠത്തിൽ കേശവൻ നായരുടെയും മാധവിയമ്മയുടെയും 2ാമത്തെ മകനായ ശിവദാസന് തയ്യൽ തൊഴിലിനോടുള്ള താൽപര്യം ആരംഭിച്ചത് ബാല്യകാലത്താണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആ ഇഷ്ടം പിന്നീട് ജീവിതമാർഗമായി മാറി. പഠനത്തോടൊപ്പം അഭ്യസിച്ച തയ്യൽ കലയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം 10 വർഷത്തിനുള്ളിൽ സ്വന്തമായി തയ്യൽക്കട ആരംഭിച്ചു. ആ യാത്ര ഇന്നും അതേ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും തുടരുകയാണ്. തുണിത്തരങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഓർമ്മകളും നൂലിഴകളാൽ തുന്നിച്ചേർക്കുന്ന ശില്പിയാണ് ദാസേട്ടൻ. പിന്നെ തൊഴിൽ കണ്ടെത്തേണ്ട തുന്നപ്പണിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്റെ ഒപ്പം അവിടെ വേറെ ഒരു പാർട്ടി വരുന്നത്. അപ്പൊ മൂപ്പരോട് പറഞ്ഞിട്ട് മൂപ്പരോട് റെക്കമെൻഡാ കയറിയത്. ആ ആളെ പേരാണ് മാധവൻ. മാധവൻ എന്നെ കൊണ്ട് അവിടെ മൊയ്തുവിന്റെ അവിടെ ചേർത്തത്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് യൂണിഫോമുകൾ തുന്നുന്ന തിരക്കും വിവാഹ സീസണിൽ പുതുമണവാളന്മാർക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കുമെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. 12 വർഷം പ്രവാസലോകത്ത് തയ്യൽ തൊഴിലാളിയായിരുന്നു. ചങ്ങരംകുളം, മൂക്കുതല മേഖലകളിലെ നിരവധി ടൈലർമാർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തൊഴിൽ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഉഷയാണ് സഹധർമ്മിണി. സജീഷ്, ശരണ്യ എന്നിവർ മക്കളും ഹരിത, ദീക്ഷിത് എന്നിവർ മരുമക്കളുമാണ്. കുന്നംകുളം
ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പ്രാർത്ഥന ആലപിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ കളഭം തൊട്ട് സ്വീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M. ചീരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷയും കൌൺസിലറുമായ ആർഷ ജിജു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർ ശ്രീജിത്ത് ആവേൻ, സ്കൂൾ പ്രിൻസിപ്പൽ ലിസി NJ, AS ഗിരീഷ് കുമാർ, വിൻസൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. ചരമം. കടങ്ങോട് റൈസ് മിൽ സെന്ററിൽ കാളിയാമാക്കിൽ പരേതനായ രാഘവൻ മകൻ ഗീതേഷ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തും. ശാന്ത മാതാവും ഗിരീഷ്, ഗിനിഷ, ഗിനിക എന്നിവർ സഹോദരങ്ങളുമാണ്. കോട്ടപ്പടി പൂക്കോട് സാംസ്കാരിക നിലയത്തിന് സമീപം താമസിക്കുന്ന ഇട്ടിക്കാട്ട് രാജൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. വിജയ ഭാര്യയും ശ്യാംരാജ്, ശില്പരാജ് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.